ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ തൃക്കൂര് പുഴ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃക്കൂര് പാലത്തിലാണ്. നമുക്ക് തൃക്കൂർ പാലത്തിലേക്കൊന്ന് കയറി നോക്കിയാലോ. തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സാണ് വരുന്നത് കേട്ടോ. തൃക്കൂര് മഹാദേവ ക്ഷേത്രം ഇവിടെ അടുത്താണ് കേട്ടോ വരുന്നത്. പീച്ച് ഡാമിൽ നിന്ന് വിടുന്ന വെള്ളമാണ് നമ്മുടെ തൃക്കൂര് പുഴയിൽ കൂടി വരുന്നത്. പീച്ച് ഡാമിൻ്റെ ഷട്ടർ ഇപ്പോൾ തുറന്നിട്ടില്ല, എന്നിട്ടും തൃക്കൂർ പുഴയുടെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഇപ്പോഴുമുണ്ട്. പീച്ച് ഡാമിലെ വെള്ളം വിട്ടാൽ തൃക്കൂർ പുഴ നിറഞ്ഞു കവിയും. പിന്നെ നമുക്ക് ഈ റോഡിൽ കൂടെ വരാൻ പറ്റില്ല. റോഡൊക്കെ മുങ്ങി ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യും. ഡാം വിട്ടാൽ നമ്മുടെ വീടും വെള്ളത്തിൽ മുങ്ങൂട്ടാണ്. തൃക്കൂർ പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട്. നമുക്കതിലേക്കൂടെ ഒന്ന് തൃക്കൂർ പുഴ കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇങ്ങോട്ടൊന്നും അധികം ആൾക്കാരൊന്നും വരാറില്ല എന്ന് തോന്നുന്നു. ഇതേ കണ്ടില്ല, ഇവിടേക്കുള്ള റോഡൊക്കെ ആകെ പുല്ല് പിടിച്ച് കിടക്കണേ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കണ സമയത്തൊക്കെ ഇവിടെ നിന്ന് മണലെടുക്കാറുണ്ട്. മണലെടുക്കുന്നത് വഞ്ചിയിലാണ്. രാവിലെ തന്നെ മണലെടുക്കണ ചേട്ടന്മാർ വരും. അവർ വന്നിട്ട് പുഴയിലേക്ക് ഇറങ്ങി മൂങ്ങാങ്കഴി ഇട്ട് പോയിട്ട് മണലെടുത്ത് കൊണ്ടുവന്നിട്ട് വഞ്ചിയിലേക്ക് ഇടും. വഞ്ചിയിൽ മണൽ നിറയുമ്പോൾ ലോറിയിലും ടെമ്പയിലും ഓട്ടോയിലൊക്കെ ആവശ്യമുള്ളവർക്ക് മണൽ കൊടുക്കും. ഇപ്പോൾ മണലെടുക്കാത്ത കാരണം കൊണ്ട് പുഴയുടെ അവസ്ഥ കണ്ടില്ലേ, വെള്ളമൊക്കെ ആകെ കലങ്ങി മറിഞ്ഞിട്ടാണ് വരുന്നത്. മുന്നൊക്കെ ഇവിടെ മണൽ വരാനും മീൻ പിടിക്കാനും വാഹനങ്ങൾ കഴുകാനും കുളിക്കാനും അലക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അന്നൊക്കെ തൃക്കൂർ പുഴയിലെ വെള്ളം തെളിനീര് പോലെയായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, ആകെ കലങ്ങി മറിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത്. ഇനി നമുക്ക് തിരിച്ച് റോഡിലേക്ക് തന്നെ പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.